അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റജബിലെ 22-ാമത്തെ ദിവസത്തിൽ നൂറെ അഹ്ദൽ ആത്മീയ മജ്ലിസാണ് നടക്കാൻ പോകുന്നത്. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. വളരെ പവിത്രമേറിയ, വളരെ ശ്രേഷ്ഠതയുള്ള, മഹത്വം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ദിക്റുകളാണ് ചൊല്ലാൻ പോകുന്നത്. മജ്ലിസിലേക്ക് കടക്കുകയാണ്. പലരും പല വിഷയത്തിൽ പല പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെയും മഹത്വം നിറഞ്ഞ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂവണിയിച്ച് തരുമാറാവട്ടെ. അല്ലാഹു എല്ലാ വിഷമങ്ങളിലേക്ക് തരട്ടെ. എല്ലാ രീതിയിലുള്ള സന്തോഷം അല്ലാഹു തുറന്നു തരട്ടെ. എല്ലാവിധ ഷറുകളും അല്ലാഹു തആല തട്ടിക്കളയട്ടെ. ഒരുപാട് ആളുകൾ നിരന്തരമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയിക്കുന്നവരുണ്ട്. നമ്മളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും എന്താണ് വിഷമുള്ളത് അതൊക്കെ മനസ്സിൽ കരുതി. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ? രോഗം കൊണ്ട് വീട്ടിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, പല വിധത്തിൽ വിഷമിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ ദിക്റുകൾ ചൊല്ലി വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക. അല്ലാഹു ശിഫയാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുന്നവനാണ്. അല്ലാഹു നമ്മൾ എങ്ങനെയാണ് ചെല്ലുന്നത് അതനുസരിച്ച് അല്ലാഹു അതിൻ്റെ പ്രതിഫലം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളൊക്കെ മാറ്റി നമുക്ക് സന്തോഷം, സമാധാനം, ആഫിയത്തും ആരോഗ്യം തന്നനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ മനസ്സിൽ എല്ലാ ഹലാലായ മുറാദുകൾ കരുതി നല്ല മനസ്സോടെ ചൊല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. മജ്ലിസിലേക്ക് കടക്കുകയാണ്. വളരെ മഹത്വമേറിയ ദിക്റുകൾ ചൊല്ലുന്നു. ആദ്യം നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇനി ചൊല്ലുന്ന ദിക്ർ വല്ലാത്ത മഹത്വമുള്ള ദിക്റാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടോ, ദുനിയവിയായ പ്രശ്നത്തിലാണോ, ദുനിയവിയായ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പലവിധ ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങിയവരുണ്ട്. അതൊക്കെ മനസ്സിൽ കരുതി ചൊല്ലിക്കോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം.
لا حول ولا قوة إلا بالله العلي العظيم 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 ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും വരുന്നുണ്ട്. അല്ലാഹ് നമ്മുടെ പോരായ്മകൾ ഒക്കെ വിട്ടുപുറത്ത് നമ്മുടെ ജീവിതത്തിൽ മനസ്സമാധാനവും നൽകണേ. നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. ഇനി ചൊല്ലുന്ന ദിക്ർ വല്ലാത്ത മഹത്വമുള്ള ദിക്റാണ്. നമുക്ക് ഖബറിൽ രക്ഷപ്പെടണമല്ലോ. ദുനിയവിയായ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ ചെയ്തു. പക്ഷേ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടിയില്ലെങ്കിൽ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. രക്ഷപ്പെടാനുള്ള ഒരു വഴിയായി പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. ആ ദിക്റാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഇത് നമ്മുടെ ഖബർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ മാത്രമുള്ളതല്ല, നമ്മുടെ ഈമാൻ സലാമത്താകുന്നതോടൊപ്പം നമ്മുടെ ദുനിയവിയായ കാര്യങ്ങൾക്ക് തന്നെ വലിയ കാവലായി പഠിപ്പിച്ച ദിക്റാണ്. വലിയ പവറാണ്. മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു الملك الحق المبين. لا إله إلا الله 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 الملك الحق المبين. ഇനി നമ്മൾ ചൊല്ലുന്ന 3 സ്വലാത്തുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് വർദ്ധിക്കണമല്ലോ. നമുക്ക് ഏറ്റവും വലിയ കാവലായിട്ടുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലിയവർ പരാജയപ്പെടില്ല. എന്ത് പ്രതിസന്ധി വന്നാലും, എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാലും സ്വലാത്ത് ചൊല്ലിയാൽ ഉടനെ അതിൻ്റെ പരിഹാരമാണ്. ഇത് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നതാണ്. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കട്ടെ. മുത്തുനബി തങ്ങളുടെ ആശിഖീങ്ങളിൽ പെടുത്തട്ടെ. രോഗികളുണ്ടോ? ഏതു രോഗമാവട്ടെ, ടെൻഷൻ അടിക്കണ്ട. കിഡ്നിയുമായി പ്രശ്നപ്പെടുന്നവരുണ്ട്, ക്യാൻസറുമായുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളവരുണ്ട്, മറ്റു അസുഖങ്ങളുള്ളവരുണ്ട്. ഒന്ന് വെള്ളത്തിൽ 3 സ്വലാത്ത് ചൊല്ലി, മറ്റൊരു ദിക്റും ചൊല്ലി ഊതി വെള്ളം കുടിച്ചു നോക്ക്. അല്ലാഹു ശിഫയാക്കി തരട്ടെ. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه
حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. തിബ്ബ സ്വലാത്ത് ചൊല്ലിക്കോം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ഈ സ്വലാത്തും കൂടി ചൊല്ലിക്കോ. രോഗങ്ങൾക്ക് ശമനമാണ്, എല്ലാത്തിനും പരിഹാരമാണ്. എത്ര വലിയ കഷ്ടപ്പാടുള്ളവരാണെങ്കിലും എത്ര വലിയ കടമുള്ളവരാണെങ്കിലും പരിഹാരം മുത്തനബി തങ്ങളുടെ സ്വലാത്താണ്. എത്രയാണ് കഷ്ടപ്പെടുന്ന രോഗമാണ്, ദിനരന്തരമായി മരുന്ന് കുടിച്ച് അല്ലാഹ് മടുത്തുപോ എന്ന് പറയുന്നവരുണ്ട്. വല്ലാത്ത മഹത്വമുള്ള സ്വലാത്താണ്. ചെല്ലുമ്പോൾ മനസ്സറിഞ്ഞ് ചൊല്ലിക്കണം. മനസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരണം, പ്രശ്നങ്ങൾ അറിയിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മുടെ പ്രശ്നങ്ങളും സങ്കീർണതകളും എല്ലാം മുത്തുനബി തങ്ങളിലേക്ക് സമർപ്പിക്കണം. ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. لا إله إلا الله محمد رسول الله صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. ഇനി ചൊല്ലുന്നത് കാവൽ വചനമാണ്, കാവൽ പടമാണ്, കാവലുള്ള ദിക്റുകളാണ്, വലിയ കാവൽ ലഭിക്കുന്ന ഇസ്മുകളാണ്. നമുക്ക് ഈ ദിക്റുകൾ ചൊല്ലാം. അല്ലാഹുവിൻ്റെ പേരുകൾ വിളിക്കുമ്പോൾ
അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള അസ്മാ വിളിക്കുമ്പോൾ അത് വലിയ കാവലാണ്. മഹത്തുക്കൾ എന്നും കൊണ്ടു നടന്നവരാണ്, അവരുടെ ജീവിതത്തിൽ ചൊല്ലി വന്നവരാണ്. അവർ ദായിമയായി ചൊല്ലി വന്ന ചില ദിക്റുകളുണ്ട്. അതിൻ്റെതായ മഹത്വങ്ങൾ കണ്ടതുകൊണ്ടാണ്, അതിൻ്റെതായ ഫലങ്ങൾ കണ്ടതുകൊണ്ടാണ്. ചൊല്ലിക്കോ, മഹത്തുക്കൾ ഇത് പതിവായി ചൊല്ലിയിട്ടുണ്ട്, നമുക്കും ചൊല്ലാം. പ്രശ്നങ്ങൾ മനസ്സിൽ കരുതിക്കോ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം വീടിക്കിട്ടണം, അള്ളാഹു വീട്ടിത്തരട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, വർഷങ്ങളോളായി ഒരു കുഞ്ഞു മുഖങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവരെ കൊതിക്കുന്നവരുണ്ട്. അള്ളാഹ് ഈ മജ്ലിസിൽ ആ ഒരു നിയ്യത്ത് വെച്ചുകൊണ്ടാണ് ഈ നൂറേ അഹദൽ മജ്ലിസിൻ്റെ ആ കൂട്ടായ്മയിൽ പലരും ആ കരുത്തോടെയാണ് ഇരിക്കുന്നത്. പല പ്രശ്നത്തിലാണുള്ളത്, പല ബേജാറിലാണുള്ളത്, പല മുറാദിലാണിരിക്കുന്നത്. നീ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. ചൊല്ലിക്കോ, ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. ചൊല്ലിക്കോ, യാ ലത്തീഫ് 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 യാ അല്ലാഹ് 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 യാ സലാമു 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 യാ അല്ലാഹ്. ഈ ദിക്റും ചൊല്ലിക്കോ, കവലാണ്, രക്ഷയാണ്, സലാമത്ത് കിട്ടാനുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമുക്കിനി ഒരു 2 ദിക്റുകൾ ചൊല്ലി ദുആ ചെയ്ത് പിരിയാം. പലരും പല വിധത്തിൽ പല പ്രശ്നങ്ങൾ അറിയിച്ച്, പല മുറാദുകൾ അറിയിച്ച് ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. ഈ കൂട്ടായ്മകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മയാക്കണേ അല്ലാഹ്. വല്ല കുറവുകളും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കി തരണേ അല്ലാഹ്. നിന്റെ മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. നീ തൃപ്തിയുള്ള നിന്റെ പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. മറ്റൊരു ലക്ഷ്യം ഈ മജ്ലിസിൽ നീ നൽകല്ല റബ്ബേ. മറ്റൊരു ചിന്തയും മറ്റൊരു ആഗ്രഹവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. നമ്മുടെ ആഗ്രഹം ഒന്നാണ്, 2 ലോകത്തും നമുക്ക് വലിയ സന്തോഷം സമാധാനം കിട്ടണമെന്നാണ് ആഗ്രഹിച്ചിട്ടാണ് ഈ ആത്മീയ മജ്ലിസിൽ പങ്കെടുത്തിട്ടുള്ളത്. നിന്റെ 2 ലോകത്തും ജയിക്കുന്ന സജ്ജനങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു വട്ടം ഈ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഇത് നല്ല മനസ്സോടെ ഒരാൾ പ്രഭാതത്തിൽ ചൊല്ലിയാൽ അന്നത്തെ ദിവസം മരിക്കുകയും ചെയ്താൽ അദ്ദേഹം സ്വർഗത്തിലാണെന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. ചൊല്ലിക്കോ, അല്ലാഹുമ്മ അൻത റബ്ബി
ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅനാ അബ്ദുക വഅനാ അലാ അഹ്ദിക വഅദിക മുസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഹു ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നമ്മൾ മജ്ലിസിലേക്ക് ദുആയിലേക്ക് കൊടുക്കുകയാണ്. പലരും പല വിധത്തിൽ വിഷമങ്ങൾ അറിയിക്കുന്നവരുണ്ട്. ദുആന് പ്രത്യേകമായി ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കെല്ലാ മഹത്തുക്കളിലേക്കും അംബിയാ മുർസലീങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലോകത്ത് കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ മേൽ ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും മനസ്സറിഞ്ഞു ചെല്ലണം. ഈ ദുആന് നമ്മൾ ഏറ്റവും വലിയ മഹാനാണല്ലോ സയ്യിദ് അഹ്ദൽ ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. മഹാനവരുടെ പേര് വെച്ചിട്ടാണ് ഈ മജ്ലിസ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ആ മഹാനവരുടെ പൊരുത്തം, ആ സയ്യിദവരുടെ പൊരുത്തം നമ്മൾക്ക് വേണം. തങ്ങൾ ഉസ്താദിൻ്റെ കാവലുണ്ടാകും. ഈ മജ്ലിസിൽ തങ്ങൾ ഉസ്താദിൻ്റെ നോട്ടമുണ്ടാകും. ആ മദത് നമുക്ക് വേണം. അവിടുത്തെ വലിയ കറാമത്തുള്ള തങ്ങൾ ഉസ്താദാണ്. ആ പേര് വെച്ചത് തന്നെ മഹാനവരുടെ മദത് ലഭിക്കാനാണ്. ഈ മജ്ലിസിൽ പങ്കെടുത്തുന്നവരെ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമുണ്ടാവില്ല. ഈ മജ്ലിസ് ആരുടെ പേരിലാണെന്നറിയോ? സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് വലിയ മഹാനാണ്. മഹാനവരുടെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു എല്ലാവരും മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ഒരു ഫാത്തിഹ ഓതാം. ഇലാ ഹദ്റത്തി റൂഹി നബീന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റത്തിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ വഇലാ ഹദ്റത്തി ശൈഖുനാ സയ്യിദ് ത്വാഹിറുൽ അഹ്ദൽ ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. റഹ്മാനും റഹീമുമായ അല്ലാഹ് സാധുക്കളാണ്, പാപികളാണ്, വിവരം കുറഞ്ഞവരാണ്. അല്ലാഹ് നീ ഞങ്ങൾക്ക് നീ പൊരുത്തു തരണേ. അല്ലാഹ് നമ്മുടെ എല്ലാ കുറ്റങ്ങളും പോരായ്മകളും പൊരുത്തു തരണേ. അല്ലാഹു ഞങ്ങൾ മാതാപിതാക്കൾക്ക് നീ പൊരുത്തു തരണേ. ഞങ്ങൾ ഉസ്താദുമാർക്ക് നീ പൊരുത്തു തരണേ. നമ്മുടെ സഹോദരന്മാർ, ഭാര്യ, മക്കൾ, സന്താനങ്ങൾ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മളുമായി ഭക്ഷണം തന്നവർ, നമ്മളെ സഹായിച്ചവർ ആരൊക്കെയുണ്ടോ അവർക്ക് നീ പൊരുത്തു തരണേ. നമ്മളോട് ദുആ ചെയ്തവർ, ഈ ആത്മീയ മജ്‌ലിസിൽ പങ്കെടുത്തവർ, അവർക്ക് നീ പൊരുത്തു കൊടുക്കണേ. എല്ലാവരുടെയും ശാരീരികമായും മാനസികമായ ഖൈറായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ. എല്ലാവിധ പ്രശ്നങ്ങളും നീ തീർത്തു കൊടുക്കണേ. എല്ലാ ബേജാറുകളും നീ നീക്കി കൊടുക്കണേ.
പലവിധത്തിൽ വിഷമങ്ങൾ അറിയിച്ചവരുണ്ട്. എല്ലാ രീതിയിലുള്ള പ്രയാസം നീക്കിക്കൊടുക്കണേ അല്ലാഹ്. നമ്മൾ ചൊല്ലിയ ദിക്റുകളുടെയും ഖുർആൻ പാരായങ്ങളുടെയും മിഥ്ല സവാബ് മുത്തുമുഹത്തായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം, അവിടുത്തെ നദർ, സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റജബിലും ശഅബാനിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. ലോകത്തെമ്പാടും അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാവരുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, ഉപ്പമാർ ഉമ്മമാർ, വേണ്ടപ്പെട്ടവർ, അല്ലാഹുവേ, അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ മുന്തിയ മിഥ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ മണ്ണറ നീ മണിയറ ആക്കണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ഒരാൾ മുന്നിലും ഞങ്ങളെ വശാലാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഇസ്സനാ, അല്ലാഹുമ്മ അഇസ്സനാ, അല്ലാഹുമ്മ അഇസ്സനാ. ഒരാളുടെ മുന്നിലും കൈനീട്ടാത്ത അവസ്ഥ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾക്ക് മദീനയെ കാണാൻ, ഞങ്ങൾക്ക് മക്കയെ കാണാൻ, മഖ്ബൂലായ മബ്റൂറായ ഹജ്ജുംറയും മർദിയായ സിയാറത്തും ഞങ്ങൾക്ക് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹുവേ, മാരകമായ ഒരു രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആഫിയത്തും ആരോഗ്യം നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള ഒരു മുസീബത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാ മുസീബത്തിനെ തട്ടിക്കളയണേ അല്ലാഹ്. എല്ലാ ശർറിനെയും ഇല്ലാണ്ടാക്കണേ അല്ലാഹ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സലാമത്താക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.